ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു സ്പെഷ്യൽ പറാട്ടയാണ്. സാധാരണ ആലു പറാട്ടയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ പൊട്ടറ്റോയേക്കാളും 10 മടങ്ങ് ഔഷധ ഗുണമുള്ളതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടുന്നതുമായിട്ടുള്ള ഒന്നാണ് ശീമച്ചക്ക. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇഷ്ടംപോലെ ശീമച്ചക്കയുണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി. ശീമച്ചക്ക നല്ല വിളഞ്ഞതാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് മുറിക്കാം. ഇത്രയും വേണ്ട, ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രമേ പറാട്ടയ്ക്ക് എടുക്കുന്നുള്ളൂ. തൊലിയൊക്കെ വൃത്തിയാക്കി ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു കുക്കറിലിട്ട് അല്പം ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് 2 വിസിൽ കേൾപ്പിക്കാം. പറാട്ട ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് മാവിൽ അല്പം ഉപ്പും 1/4 ടീസ്പൂൺ അജ്വായിനും അയമോദകം ഇതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. ചപ്പാത്തിയും പൊറാട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം അയമോദകം ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ വിസിലൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശീമച്ചക്ക നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല വിളഞ്ഞ ചക്കയാണ് കൂടുതൽ ടേസ്റ്റ്. സത്യത്തിൽ ശീമച്ചക്കയ്ക്ക് ഇത്രയും ഗുണമെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ വീട്ടിൽ കുട്ടിക്കാലത്തെ ഇത് വലിയൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നു. അന്നൊന്നും നമുക്ക് ഇത്രത്തോളം ഒന്നും അറിയില്ലല്ലോ. ഇപ്പോൾ ഈ ഗൂഗിളൊക്കെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെയൊക്കെ ഗുണം ഇത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ പോലെയല്ലേ ഇരിക്കുന്നത്, നോക്കിക്കേ. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടൊന്ന് വഴറ്റാം. ഇഞ്ചി കുറച്ച് കൂടുതലാണ് ഞാൻ എടുത്തത്. ചെറുതായി അരിഞ്ഞ 2 പച്ചമുളക് കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഡെയിലി കഴിക്കാൻ പറ്റിയതാണ് ശീമച്ചക്ക. ഏത് സമയവും കഴിക്കാം. ഇതിൽ അത്ഭുതകരമായിട്ടുള്ള ധാരാളം ഔഷധങ്ങളും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇനി ബേസിക് മസാലയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയും എരിവുണ്ട്. ഇതിലിനി നമ്മൾ പൊടിച്ചു വച്ചിരുന്ന ശീമച്ചക്ക ചേർക്കാം. ശീമച്ചക്ക ഇതൊന്നും ചേർക്കാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണെന്ന് അറിയാമല്ലോ. ഈ ശീമച്ചക്കയുടെ ബാക്കി കൊണ്ട് ഞാൻ 1-2 വിഭവങ്ങൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ശീമച്ചക്കയുടെ സീസൺ ആണല്ലോ. ഇഷ്ടംപോലെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ വലിയ മരമാണ്. പകുതി വിളവാകുമ്പോൾ തന്നെ അത് മുഴുവനും വാടി വീഴുകയാണ്. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. അത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശീമച്ചക്ക സ്ഥിരമായിട്ട് കഴിച്ചാൽ അൾസർ വരില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇതിനെ ഇനി ചെറിയ ചെറിയ ബോളുകളാക്കി വെക്കാം. അപ്പോൾ പറാട്ട ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമാണ്. ആട്ടമാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതും 5 ഉരുളകളായിട്ട് ഞാൻ മാറ്റുകയാണ്. പറാട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ. അപ്പോൾ ഇത് ഓരോന്നും എടുത്ത് ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് നമ്മുടെ ശീമച്ചക്ക ഫില്ലിങ് ഇതിനകത്ത് വച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കൈകൊണ്ട് നടുവ് കുറച്ച് അമർത്തി ബാക്കിയുള്ള മുകൾ ഭാഗം കുറച്ച് കട്ടിയായിട്ട് വെക്കണം. ഓരോ ഫില്ലിങ്ങും ഇതിനകത്ത് ഇതുപോലെ അമർത്തി അകത്തോട്ടാക്കിയിട്ട് 4 വശവും ഒന്ന് കവർ ചെയ്യണം. ഒരു എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാം ഫില്ലിങ് നിറച്ചതിന് ശേഷം ഉരുട്ടി വയ്ക്കുക. എന്നിട്ട് തവ ചൂടാക്കിയിട്ട് ഓരോന്നും നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തി ചുട്ടെടുക്കാൻ പറ്റും. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വശങ്ങളിലാണ് അല്പം പ്രസ് ചെയ്യേണ്ടത്. നടുവിൽ പ്രസ് ചെയ്യാൻ പാടില്ല. നടുവിൽ പ്രസ് ചെയ്താൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടാണ് എപ്പോഴും നമ്മൾ പ്രസ് ചെയ്ത് പരത്താനുള്ളത്. ആലു പൊറോട്ടയോ ഏതിനം പൊറോട്ടയും ഈ രീതിയിലാണ് പരത്തേണ്ടത്. ഇപ്പം നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കല്ല് നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്കിട്ട് 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കുമ്പോഴേക്ക് നല്ല ചൂടായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. ഇത് അല്പം എണ്ണ ഒഴിച്ച് നോക്കിക്കുക. എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ആട്ടമാവ് നന്നായിട്ട് സോഫ്റ്റ് ആയാൽ ഇതുപോലെ ഫ്ലഫി ആയിട്ട് പപ്പടം പോലെ പൊള്ളി വരും. മാവ് കട്ടിയായിട്ടിരുന്നാലാണ് പൊങ്ങാനത്തിരി ബുദ്ധിമുട്ട്. അതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം മാവ് നനയ്ക്കേണ്ടത്. ആട്ടമാവ് കുഴയ്ക്കുമ്പോൾ അല്പം ലൂസായിട്ടിരിക്കണം.
ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കണം. രാവിലെ മക്കൾക്കൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ രാത്രി തന്നെ ഈ ഫില്ലിങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ രാവിലെ എണീറ്റ് മാവ് നനച്ച് കുഴച്ചെടുത്താൽ മാത്രം മതിയല്ലോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഒരല്പം തൈരിൽ ഉപ്പും അല്പം മുളക് പൊടിയാണ് ഇടുന്നത്. കറിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആട്ടമാവിൽ അജ്വൈനൊക്കെ ചേർത്തത് കൊണ്ട് നല്ല മണമാണ് പൊറോട്ടയ്ക്ക്. അപ്പോൾ ഇത് നോക്കിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട. ഇത്രയും ഞാൻ കഴിക്കില്ല, 1-2 കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വച്ചേക്കും. നാളെ രാവിലെ വീണ്ടും എടുത്ത് ചൂടാക്കി രാവിലെ കഴിക്കും. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കാമല്ലോ. നോക്കിക്കേ, നല്ല സോഫ്റ്റാണ്. ഇത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ ശീമച്ചക്ക വളരെയധികം നല്ലതാണെന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ ഇനി ശീമച്ചക്ക കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.